So, good evening, everybody. എല്ലാവർക്കും SS ഫിസിക്സ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, നന്നായിട്ട് അധ്വാനിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇനിയുള്ള ചുരുക്കം ദിവസങ്ങൾ വളരെ കൃത്യതയോടെ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ ഏറ്റവും മികച്ച റാങ്കിൽ നിങ്ങൾക്ക് എത്താം. കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ അവസരം ദൈവം നൽകും. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ പ്ലാൻഡോടെ കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. ടുഡേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് മുന്നിലുള്ളത്. ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. സാധാരണ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ടഫ്നെസ്സിൽ അറിയപ്പെടുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 10+ കോൺസെപ്റ്റ്സ് നിങ്ങളുടെ കൈകളിലേക്ക് ഇന്നെത്തുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ലൈവ്ലി ആയിട്ട് അവസാനം വരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബിഫോർ ദാറ്റ്, ഐ ആം സാംസൺ SS, ഒരു ഫിസിക്സ് അധ്യാപകനാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് +1 +2 റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളോടൊപ്പം. കുഞ്ഞുങ്ങളെ അറിയുക, ഈ ഒരു ചാനൽ കഴിഞ്ഞ വർഷം ആരംഭിക്കുന്നത് തന്നെ ഈ പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം കുട്ടികൾക്ക് കോച്ചിങ് എന്ന് പറയുന്നത് ലഭ്യമല്ലാത്ത ഒരു സിറ്റുവേഷനിൽ അവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അത് അർഹരുടെ കൈകളിലേക്ക് എത്തിയാൽ, എസ്പെഷ്യലി നമുക്കറിയാം കോച്ചിങ്ങിന് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തടസ്സം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ കൈകളിലേക്ക് ഇതെത്തിയാൽ ഉറപ്പായിട്ടും അവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഷെയർ ചെയ്യുവാൻ, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ ചെയ്യാൻ മടിക്കരുതേ. കാരണം ഒരു ദിവസമോ 2 ദിവസമോ ഫിസിക്സിന്റെ ക്ലാസ് എടുക്കുന്നതല്ല കഴിഞ്ഞ 5 ദിവസം, ഇനിയുള്ള 6 ദിവസങ്ങളും കീം ക്രാഷ് ഫിസിക്സ് എന്നുള്ള ലേബലിൽ നിങ്ങൾക്ക് നൽകുമ്പോൾ അത് ഉറപ്പായിട്ടും അത് മോർ വാല്യുബിൾ ആയിട്ട് മാറും. വിദ്യാർത്ഥികൾ അറിയുക, ഒരു ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി ഉറപ്പായിട്ടും മണിക്കൂറുകൾ പവർ പോയിന്റ് അത് ഉണ്ടാക്കാനും അത് സെറ്റ് ചെയ്യാനും ആ പ്രിപ്പറേഷനും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇതാണ്: കോച്ചിങ് അഭാവമായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അതൊരു ഉപകാരമായി മാറണം. So please share this channel. That's the purpose. So we can go with our day 5 topic at first. We can just revise one by one. Then after that we can move to the waves and oscillation. ഓർക്കുക, ഹീറ്റ് ആൻഡ് തെർമോഡൈനമിക്സ് എന്ന് പറയുമ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ഒരു ചാപ്റ്ററാണ് അത്. ശ്രദ്ധയോടെ അപ്പൊ നമ്മൾ പറഞ്ഞത് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട, നമ്മളവിടെ ലെങ്തും ഏരിയയുടെയും വോളിയത്തിന്റെയും ഒക്കെ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവിടെ ഡെൻസിറ്റിയുടെ ആസ്പെക്ട് കൂടെ ഓർക്കണം. ലെങ്തും ഏരിയയും നമ്മുടെ വോളിയവും ഒക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെന്റ് ആണ് ഉണ്ടാകുന്നതെങ്കിലും ഡെൻസിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല, റിവേഴ്സ് ആണെന്നുള്ള കാര്യം, ഇൻവേഴ്സ്ലി ആണെന്നുള്ള കാര്യം ഓർക്കണം. കാലോറിമെട്രി ഓർക്കണം. മിക്സിംഗ് സംഭവിക്കുന്ന സമയത്ത് ഹീറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഗെയിനിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ളിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മിക്സിംഗ് ഇൻ ബിറ്റ്വീൻ സേ 1 gram of ice, വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടൊരു ബ്രെയിൻഡ് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 gram of ice at 0 degrees Celsius is mixed with 1 gram of steam at 100 degrees Celsius. What is the resulting temperature? It's a brain, one of the question. Can you answer for it? 1 gram of ice at 0 degrees Celsius is mixed with 1 gram of steam at 100 degrees Celsius. What is the resulting temperature? Come on.
Everybody, please share with me. Come on, come on. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പൊ ആദ്യം അതിന്റെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. അത് ഐസിന് വേണ്ടത് 80 കാലറിയാണ്. M/L ആണ് ഫോർമുല അല്ലെ. അപ്പൊ 80 കാലറി എനർജി വേണം ടു മെൽറ്റ് ഇറ്റ്. പക്ഷെ വാട്ട് ഈസ് ദ എനർജി കണ്ടന്റ് വിത്ത് സ്റ്റീം? അത് അവന്റെ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് മനസ്സിൽ ഓർക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 540 കാലറി. അപ്പോൾ ഓർക്കണം, 80 കാലറി മെൽറ്റ് ചെയ്യാൻ എടുത്തിട്ട് 1 gram ഓഫ് ഐസ് 1 gram ഓഫ് വാട്ടർ ആയിട്ട് മാറുകയാണ്. പക്ഷെ അവന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. എന്നിട്ട് അവൻ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറാൻ അവന് വേണ്ടത് വീണ്ടും 100 കാലറി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കീപ് ഇൻ മൈൻഡ്, ജസ്റ്റ് 180 കാലറി മതി in order to raise the temperature of ice at 0 degree Celsius to water at 100 degrees Celsius. Then what is the resulting temperature? Come on, everybody. It's a very important question. Come on, come on. That becomes very good, 100 degrees Celsius. So that is the answer. വളരെ പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, conduction, the law of induction, that is very important one. dq by dt is equal to minus Ka into the temperature gradient. Stefan's law, the amount of air heat energy radiated per second per unit area. So that is given as is equal to sigma into T raised to 4. That is very important. The Wien's displacement, that wavelength into temperature is a constant. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. Newton's law of cooling, the rate of cooling dt by dt is equal to, that is proportional to the change in temperature between the temperature of the body and the temperature of the surrounding. But with one condition, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറും ഒത്തിരി ഡിഫറൻസ് ഇല്ലെങ്കിൽ ദാറ്റ് ലോ ഓഫ് കൂളിംഗ് ഈസ് വാലിഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ഫോർ ഡൂയിങ് വർക്ക്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്, ഓർത്തിരിക്കുക. Then the different thermodynamic processes, കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പോയിന്റ് മറക്കരുത്. 4 പ്രധാനപ്പെട്ട കേസസ് പറഞ്ഞു. അതിന്റെ വർക്ക് ഡണ്ണിന്റെ ഫോർമുലകൾ വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കണമേ. ഫോർ ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, അഡിയാബാറ്റിക് പ്രോസസ്സസ്, Carnot engine and refrigerator. The efficiency for the Carnot engine as 1 minus T2 by T1, and the coefficient of performance that beta take the value as T2 by T1 minus T2. Then keep in mind the RMS speed, that is purely depends upon the temperature with the root factor. You must link the degrees of freedom, the gamma, the ratio of the specific heats. Keep in mind the law of equipartition of energy. Per degrees of freedom, you get the value as half kT. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളാണ്, മറന്നു പോകരുതേ. So we can go with the 6th day, that is our oscillation. At first, look, 2019, it is with 5 questions. Yes, normally ഒരു മിനിമം നമുക്കൊരു 2020 1 question ചോദിച്ചുവെങ്കിൽ പോലും we can wait minimum 3 questions for the coming 2021, no doubt at all. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അതിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളാണ് കഴിഞ്ഞ ഒരു 10 to 12 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. Look, the very important concept.
The first one, it is the displacement velocity acceleration phase of a simple harmonic motion. അപ്പോ ഒരു സ്വിംഗിങ് നമ്മൾ കൺസിഡർ ചെയ്താൽ കീപ് ഇൻ മൈൻഡ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് പെൻഡുലം നമ്മൾ അനലൈസ് ചെയ്താൽ കീപ് ഇൻ മൈൻഡ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അവൻ SHM ഒബേ ചെയ്യുമെന്നറിയാം. Keep in mind that acceleration must be proportional to the displacement. That is a very important concept. And keep in mind, we can generalize that one as d square x by dt square plus omega square x is equal to 0. So that is the very important general relation for that SHM. അവിടെ ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെ ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ എന്ന് പറയുന്നത് 2π/t എന്നുള്ള ആസ്പെക്ട് മറന്നു പോകരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ സ്ലൈഡിൽ ഡീൽ ചെയ്യാം. എനർജി ഓഫ് SHM, what is the specific relation for kinetic energy, potential energy and the total energy. Especially keep in mind നമ്മളുടെ SHM കൺസിഡർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ വേരി ചെയ്യുന്ന ഫ്രീക്വൻസി ഒമേഗയാണെങ്കിൽ kinetic energy, the potential energy, they vary with how much frequency? Can you predict? What is the frequency with which the kinetic energy and the potential energy vibrates? Come on, message me. It's a very important concept. ഏത് ഫ്രീക്വൻസിയിലാണ് നമ്മളുടെ എനർജി, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വൈബ്രേറ്റ് ചെയ്യുന്നത്? കമാൺ കമാൺ കമാൺ, പെട്ടെന്നാവട്ടെ. ഏത് ഫ്രീക്വൻസിയിലാണ് കൈനറ്റിക് എനർജിയും അതോടൊപ്പം തന്നെ പൊട്ടൻഷ്യൽ എനർജിയും വൈബ്രേറ്റ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാ കേട്ടോ. യെസ്, കമാൺ കമാൺ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒമേഗയാണ് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ഉണ്ടെങ്കിൽ കീപ് ഇൻ മൈൻഡ് ഡബിൾ ഒമേഗയിലായിരിക്കും, അത് മറന്നു പോകരുത് കേട്ടോ. ഡബിൾ ഒമേഗയിലായിരിക്കും നമ്മുടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വൈബ്രേറ്റ് ചെയ്യുക. കാരണം സൈൻ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡബിൾ ഒമേഗയിലായിരിക്കും. നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ റിലേഷൻസും സ്പ്രിംഗ് പെൻഡുലത്തിന്റെ റിലേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ കൺസെപ്ച്വൽ ആയിട്ടും പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ടും ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ ബേസിക്സ് ഓഫ് SHM ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ദെൻ നമുക്ക് എനർജി നമുക്ക് കൊടുക്കാം, അതോടൊപ്പം മറ്റ് കോൺസെപ്റ്റ്സും. അപ്പൊ ഈ 5 പോയിന്റുകളുടെ ഇക്വേഷൻസ് വളരെ കൃത്യതയോടെ അറിയുക. So we can move with that. So dear one, so welcome to new students for SS Physics classes. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഈ പാൻഡമിക്കിൽ കോച്ചിങ് കഴിയാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആണ് ആക്ച്വലി ഈ ക്ലാസ്സസ്. So please share to them. It becomes so useful for them. So adine madi kanikkeride. So the first question, come on, try it everybody. The ratio of maximum acceleration to maximum velocity in a simple harmonic motion is 10 second raised to minus 1. At t is equal to 0, the displacement is 5. What is the maximum acceleration? നമുക്കിവിടെ റിലേറ്റ് ചെയ്യേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ സാധാരണ രൂപത്തിൽ SHMസിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇക്വേഷൻ ആണ് x is equal to a sin omega t. പക്ഷെ ഇവിടെ പറയുന്നു there is an initial phase of pi/4, so omega t plus pi/4. Yes,
എന്നിട്ട് ആദ്യം പറയാണ് ദ റേഷ്യോ ഓഫ് മാക്സിമം ആക്സിലറേഷൻ. നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ഒന്ന് ഓർക്കണേ. നമുക്ക് ഇത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു SHM-നെ നമുക്ക് എടുക്കാം, നമ്മുടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ. ഇത് നമ്മുടെ മീൻ പൊസിഷൻ ആയിട്ട് എടുത്താൽ, അപ്പൊ X എന്ന് ഉദ്ദേശിക്കുന്നത് T സമയം കഴിയുമ്പോൾ അവന്റെ ലൊക്കേഷൻ ഇതാണെങ്കിൽ ആ X ആണ് നമ്മൾക്ക് പറഞ്ഞത്. അപ്പൊ ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ വെലോസിറ്റിയിലേക്ക് നമുക്ക് എത്തും. അപ്പൊ അതിന് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട റിലേഷൻ ആണ് V = A ഒമേഗ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇതേ. അപ്പൊ ഇവിടെ പറയുന്നത് മാക്സിമം വെലോസിറ്റി നമുക്ക് വേണം, V മാക്സിമം. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് മാക്സിമം ആക്സിലറേഷൻ, A മാക്സിമം നമുക്ക് വേണം. അപ്പൊ സാധാരണ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാക്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ മാക്സിമം ആക്സിലറേഷൻ വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് A ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ റേഷ്യോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷന്റെ മാക്സിമം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എടുക്കാം നമുക്ക്, സോറി മോഡുലസ് എടുക്കാം. അപ്പം ω² ബൈ ω എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഈക്വൽ ടു 10. എയും എയും ക്യാൻസൽ ആവും അല്ലെ. സോ വി ഗെറ്റ് ദ വാല്യൂ ഫോർ ω ദാറ്റ് ഈസ് ഈക്വൽ ടു 10. കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ പറയാണ് ഡിസ്പ്ലേസ്മെന്റ് when t is equal to 0. അപ്പൊ നമ്മുടെ ഇക്വേഷനില് t അങ്ങോട്ട് 0 ആക്കി കൊടുത്തേ. അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്തേ. X നമുക്ക് തന്നിട്ടുണ്ട്, അത് 5 ആണ് അല്ലെ. സോ 5 is equal to A into sin ω t. അവിടെ 0 ആയി മാറിയില്ലേ, പ്ലസ് π/4. അപ്പൊ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ. നമുക്ക് അവിടെ നിന്ന് ആംപ്ലിറ്റ്യൂഡ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. Come on, quick. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആംപ്ലിറ്റ്യൂഡിലേക്ക് എത്താം. That is 5 division by as a sin π/4. അപ്പൊ sin π/4 വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് 1/√2 എന്ന് നമുക്കറിയാം അല്ലെ. Yes, sin 45 as 1/√2. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് as a 5√2. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് what is the maximum acceleration? Yes, maximum acceleration is what? Come on. നമുക്കറിയാം അത് ω² A ആണ് അല്ലേ. കാരണം നിങ്ങൾ എപ്പോഴും ഓർക്കണേ, നമ്മൾ ഈ ഒരു SHM കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ സിമ്പിൾ പെൻഡുലം എപ്പോഴും മനസ്സിൽ ഓർക്കണേ, അതിന് വെലോസിറ്റി കൂടിയത് ഏത് പൊസിഷനിലാണ്? ഞാൻ ഈ 3 പോയിന്റ്സ് പറഞ്ഞാല് വെലോസിറ്റി മാക്സിമം ആകുന്ന പൊസിഷൻ എന്ന് പറഞ്ഞേ. In which position velocity got maximum? That means the kinetic energy. ഏത് പൊസിഷനിലാണ് മാക്സിമം ആയിട്ട് ഇരിക്കുക? Come on, say. And keep in mind, that is a very important. Mean പൊസിഷനിലാണ് അവന്റെ എന്ന് പറഞ്ഞാൽ A പൊസിഷനിലായിരിക്കും. അപ്പം വെലോസിറ്റി മാക്സിമം എന്ന് പറയുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആകും, പൊട്ടൻഷ്യൽ എനർജി അവിടെ മിനിമം ആയിട്ട് മാറും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ B പൊസിഷൻ വരുമ്പോൾ അവിടെ ആക്സിലറേഷൻ മാക്സിമം ആകും. അപ്പൊ A പൊസിഷൻ വരുമ്പോൾ അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്ട്രീം പൊസിഷനിലാണ് ആക്സിലറേഷൻ മാക്സിമം ആകുക. അപ്പൊ എക്സ്ട്രീം പൊസിഷനിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ A ആയിട്ട് എടുക്കുകയാണെങ്കിൽ we can say that is A maxima is equal to ω² A. We find the value for omega. What is that? 10. So 10 square into A. The amplitude is what? 5√2. So we can say that is equal to 500√2. Yes. കുറച്ചധികം കുട്ടികൾ വളരെ കൃത്യതയോടെ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഓൺ ദ വേ. കുഞ്ഞുങ്ങളെ, നമ്മുടെ +1 ഫിസിക്സ് എടുക്കുമ്പോൾ ഏറ്റവും ടഫായിട്ട് സ്റ്റുഡൻസിന് ഫീൽ ചെയ്യുന്ന ഏരിയാസ് ആണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനും അതോടൊപ്പം നമ്മുടെ വേവ്സും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ അവിടെ കൊടുക്കുക. അവിടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം റാങ്കിലേക്ക് വരാൻ പറ്റും, സംശയമില്ല. ഓർക്കണേ, ഇനിയുള്ള നാളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മറ്റൊന്നും കൊണ്ടല്ല കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ റാങ്കിന്റെ സ്ട്രക്ചർ വളരെ കൃത്യതയോടെ അറിയണം.
നിങ്ങൾ 1ാം റാങ്കും 100 റാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ 100 മാർക്ക് ഉണ്ടാവാം. പക്ഷെ അതേ സ്ഥാനത്ത് 10,000 റാങ്കും 25,000 റാങ്കും തമ്മിൽ 10-15 മാർക്കിന്റെ വ്യത്യാസമേ വരൂ. അത് വളരെ പ്രധാനം. അവിടെ 30,000, 40,000, 50,000 റാങ്കും തമ്മിൽ ചിലപ്പോൾ 5 മാർക്കും 2 മാർക്കും ഒക്കെ ആയിരിക്കും വ്യത്യാസം വരിക. അതുകൊണ്ട് തന്നെ കോമ്പറ്റബിൾ ആകാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കിട്ടുന്ന അവസരം നന്നായിട്ട് യൂസ് ചെയ്താൽ ഇനിയുള്ള സമയം പോലും ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് വളരെ വളരെ കാര്യമായിട്ട് തന്നെ ഇനിയുള്ള സമയം, കുറച്ച് അധികം വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ അങ്ങനെയല്ല. അവർ എപ്പോഴും ഏറ്റവും ക്ലോസ് ദി എക്സാമിനേഷൻ വാട്ട് വി ക്യാൻ ഡു എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ഇനിയുള്ള ദിവസമെങ്കിലും വളരെ കൃത്യതയോടെ നിങ്ങൾ ടാർഗറ്റിലേക്ക് നിങ്ങൾ ചിന്തിച്ചാല് ഒരു ഗവൺമെന്റ് ഫ്രീ സീറ്റ് നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കും. നോ ഡൗട്ട് at all. Now we are with the question number 2, the energy of a simple harmonic motion. എനർജി പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു SHM ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി, അതെങ്ങനെയാണ് വേരി ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കണേ. ½ m ω² a² - x², വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മറന്നു പോകരുത്. അത് ½ m ω² x². ആൻഡ് കീപ് ഇൻ മൈൻഡ് ദ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർക്കണേ, മീൻ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ ആണ് ഇവിടെ എക്സ് ആയിട്ട് നമ്മൾ പറയുക. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് അവന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഫ്രം ദ മീൻ പൊസിഷൻ. ഓർക്കുക, ദ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നോക്കിയേ. A body executes simple harmonic. The potential energy, kinetic energy, and the total energy are measured as a function of displacement. Which of the following statement is true? Come on, kick. ഈ ഒരു ആസ്പെക്ട് ബേസ് ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിച്ചേ. Come on. Very good. Yes, you're right. Good. കുഞ്ഞുങ്ങളെ, പെട്ടെന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ ആസ്പെക്ട് ഉണ്ടാകണം. ഏത് പൊസിഷൻ എടുത്താലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, വേരിയബിൾ അല്ല. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, കൈനറ്റിക് എനർജി ആദ്യം മനസ്സിലെടുത്താൽ മതി. കാരണം വെലോസിറ്റി മീൻ പൊസിഷനിൽ കൂടുതലായതുകൊണ്ട് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പോ സ്വാഭാവികപരമായിട്ടും യെസ്, എയ്തർ സൈഡ് വരുമ്പോൾ അവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുക. അതുകൊണ്ട് ഈ ചോയ്സ് നോക്കിയേ. The first one, the kinetic energy is maximum when x is equal to 0. That is very important. Mean position 0 ആകുന്നിടത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാം that speed is maximum and hence the kinetic energy is maximum. By using this position dependent equation, at the mean position we can put the value as x is equal to 0 and hence the kinetic energy becomes maximum. So we can take the first option as the answer. Very good. So we can move with the next one. And we are waiting a very good question. If you just go with the last 20 years of Keam question paper, and we can wait 2 to 3 times ഇതേ similar concept ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് അതിന്റെ ഒരു ആസ്പെക്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. വളരെ സ്റ്റാർ ഇടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് വായിച്ചേ. നമുക്ക് സാധാരണ ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന റിലേഷൻ ഇത്രയേ ഉള്ളൂ അല്ലെ, 2π × √L/g. അപ്പൊ നമ്മൾ സാധാരണ ഒരു റിജിഡ് പോയിന്റ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബോബിന്റെ മൂവ്മെന്റ് എടുക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം, ആ ലെങ്ത് എടുക്കുന്നത് മാത്രം ഓർക്കണേ. നമ്മുടെ സസ്പെൻഷൻ ബേസ് തുടങ്ങി നമ്മുടെ ആ ബോബിന്റെ മിഡിൽ വരെയുള്ള പോയിന്റ് ആണ് കേട്ടോ. അത് എപ്പോഴും ഓർക്കണം. വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു സ്പിയർ, ഇത് ഹോളോയാണേ. അപ്പൊ ഹോളോക്കകത്ത് നമുക്ക് സാൻഡ് നിറയ്ക്കാം. എന്നിട്ട് ഒരു ബോട്ടത്തിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് സാൻഡ് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇറ്റ് ഈസ് അണ്ടർ SHM. വാട്ട് അബൌട്ട് ഇറ്റ്സ് ടൈം പീരീഡ്?
അതൊരു വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ നിറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ ഈ പോയിന്റ് പക്ക സെന്റർ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ഡ്രെയിൻഡ് ഔട്ട് ആകാൻ തുടങ്ങുമ്പോൾ കുറെ അധികം സാൻഡ് പുറത്തേക്ക് പോകുമ്പോൾ സെന്റർ ഓഫ് മാസ് ബോട്ടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏറ്റവും ബോട്ടം അല്ല, താപ്പോട്ട് വരും. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടൈം പീരീഡ് അങ്ങ് കൂടും. എന്നിട്ട് ഫുള്ളി ഡ്രെയിൻഡ് ഔട്ട് ആയി കഴിയുമ്പോൾ സാൻഡ് അതിന്റെ സെന്റർ ഓഫ് മാസ് വീണ്ടും പഴയ പൊസിഷനിലേക്ക് എത്തും. അപ്പോഴത്തേക്കും ടൈം പീരീഡ് പഴയത്. അപ്പോൾ ഫസ്റ്റ് ടൈം പീരീഡ് കൂടി, പിന്നെ ടൈം പീരീഡ് കുറയും, സെയിം ആയിട്ട് എത്തും പഴയ പോലെ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഇനി നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ജി ആണ്. അപ്പൊ ജി എവിടെയൊക്കെ വ്യത്യാസപ്പെടുന്നോ, ആസ് ആൻ എക്സാമ്പിൾ നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തെ എടുത്തിട്ട് ഒരു ലിഫ്റ്റിൽ വെക്കുന്നു വിചാരിച്ചേ. അപ്പൊ ജിക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ? എങ്ങനെയാണാവോ? യെസ്, മേപ്പോട്ട് പോകുമ്പോൾ അവൻ ആക്സിലറേറ്റഡ് ആണെങ്കിൽ നമുക്ക് ജി കൂടുതലായിട്ട്, അപ്പാരന്റ് ജി കൂടുതലായി അല്ലെ? യെസ്, അത് താഴോട്ടാണ് വരുന്നതെങ്കിൽ വിത്ത് ആൻ ആക്സിലറേഷൻ വി കൻ സേ യെസ്. പക്ഷെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ സെയിം ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ബട്ട് ദ കേസ് entirely different ആണ് ഇവിടെ. We can go with the question. Come on. A simple pendulum oscillating in air has a time period t. Okay, we can take like this one. The bob of the pendulum is completely immersed in a non-viscous liquid. The density of the liquid, it is given as, say, sigma, that is equal to 1/16 of the material of the bob. So the sigma, that is for the liquid, and it is given that rho, that is for the bob. For the bob, the bob is inside the liquid all the time. It's a period of oscillation in this liquid is the time period we need to find it. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ടൈം പീരീഡിൽ എങ്ങനെ റിലേഷൻ എഴുതാം? സോ ഐ ആം പുട്ടിംഗ് ഇറ്റ് ആസ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു as 2 pi into root of that L division by G, that is aspect. ആ G എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ വരുമ്പോൾ G ഡാഷ് ആയിട്ട് മാറുകയാണ്. കാരണം എന്താണ്? നമ്മൾ ഒരു ലിക്വിഡിനകത്തേക്ക് ഈ ബോബിനെ വെക്കുമ്പോൾ സോ ദർ ഈസ് അനദർ ഫോഴ്സ്. നമ്മുടെ ഈ വെയിറ്റ് താപ്പോട്ട് ആക്ട് ചെയ്യും, മേപ്പോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. Can you predict that force by the liquid? What we can say? ആ ലിക്വിഡ് ഓഫർ ചെയ്യുന്ന ആ വെയിറ്റിന് നമുക്ക് എന്ത് പറയാം? കമൻസേ. ആ ലിക്വിഡ് ഓഫർ ചെയ്യുന്ന വെയിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? Come on everybody. So that is what is called, yes, upthrust. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് ജി ഡാഷിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് G dash is equal to G into 1 minus sigma by rho. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്, അത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. So that is very important. Very good, very good. So G dash is equal to G into 1 minus sigma by rho. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T dash is equal to 2 pi into root of L division by G into 1 minus sigma by rho. മറന്നു കളയരുതേ, നമ്മൾ ആദ്യമേ എയറിലുള്ളതിനെ 2 pi into root L by G എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അത് അങ്ങനെ തന്നെ കൊടുക്കാം. T division by root of 1 minus, what is sigma? Sigma നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? What is that? Yes, 1/16 of rho. That division by rho. അപ്പൊ റോയും റോയും അവിടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ 16. So T division by root of 1 minus 16 minus 1. So that is equal to 15 by 16. അപ്പൊ നമുക്ക് ഈ റൂട്ട് 16 4 ആയിട്ട് മേളിലേക്ക് എടുക്കാം അല്ലെ? So we get the answer as 4t into 4t by root 15. അതിന് നമുക്ക് റൂട്ട് 1/15 എന്ന് കൂടെ എഴുതാം അല്ലെ? So what is answer? Which choice? Very good, very good, very good. You are on the way. So we get the answer as this third choice.
കുഞ്ഞുങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ദിസ് വൺ. അപ്പൊ നമ്മള് മറ്റൊരു മീഡിയത്തിലേക്ക് നമ്മൾ ബോംബ് വരുമ്പോൾ ബിക്കോസ് ഓഫ് ദി അപ്ത്രസ്റ്റ് ദാറ്റ് എഫക്റ്റീവ് ഗ്രാവിറ്റി അവിടെ വ്യത്യാസപ്പെടുകയാണ്. That value is given as g into 1 minus sigma by rho. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. So we can move with the question number 4. The spring pendulum. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മള് ഈ വാച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ സ്പ്രിംഗ് പെൻഡുലവും പെൻഡുലം ക്ലോക്കും ഇത് രണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ. അപ്പൊ നമ്മള് മൂണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ശൂന്യാകാശത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പൊ ഗ്രാവിറ്റിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടി എപ്പോഴും സ്പ്രിംഗ് പെൻഡുലം ആയിരിക്കും യൂസ് ചെയ്യുക. അത് വളരെ കമ്പാരിസൺ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് 2π into √m/k. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആണ്. പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചില ആസ്പെക്ട്സുകൾ മറന്നു പോകരുതേ. ചിലപ്പോൾ നമുക്ക് കെ എന്ന് പറയുന്നതിന് പകരമായിട്ട് പല സ്പ്രിങ്സും നമുക്കിങ്ങനെ പാരലൽ ആയിട്ട് ഒരു മാസുമായിട്ട് എൻഗേജ് ചെയ്യാം. അപ്പൊ ഈ തരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? അതോടൊപ്പം ചില കേസസ് വരുമ്പോൾ സി ലൈക്ക് ദിസ് വൺ, രണ്ട് സ്പ്രിങ്സ് നമുക്ക് സേ ഇത് K1 ഇത് K2 ആണെന്നിരിക്കട്ടെ, ഇത് K1 ഇത് K2 ആണെന്നിരിക്കട്ടെ, എങ്ങനെയായിരിക്കും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് മാറുകയാണ്. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ K കണ്ടുപിടിക്കുക? Come say how we can measure, how we can that one K effective become that is equal to K1 plus K2. സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ റെസിപ്രോക്കലിന്റെ സം ആയിരിക്കും. സോ 1/k എഫക്റ്റീവ് എന്ന് പറയുന്നത് 1/K1 പ്ലസ് 1/K2. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് K എഫക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് K1 ഡിവിഷൻ ബൈ K1 പ്ലസ് K2. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. നോക്കാം എന്താണ്. ലുക്ക്, എ മാസ് capital M is suspended from a spring of negligible mass. അപ്പൊ ഒരു മാസ്ലെസ് സ്പ്രിംഗ്. അപ്പൊ അത് എപ്പോഴും ഓർക്കണേ, നമ്മുടെ സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോഴും മാസിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. സ്പ്രിങ് എന്ന് പറയുമ്പോൾ അത് മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അൺലെസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ്. The spring is pulled a little and then released so that the mass execute a system of time period t. So we can easily say that the time period take the value as 2π into root of that capital M by G. If the mass is increased by M, അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആയിട്ട് കൂട്ടുകയാണ്. ഇൻക്രീസ്ഡ് ബൈ, നോട്ട് ഇൻക്രീസ്ഡ് ടു, increased by. So additionally small m add ചെയ്തു. Yes. അപ്പോൾ ടൈം പീരീഡ് എത്രയായിട്ട് മാറി? 5t/3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ നമുക്ക് ഈ റിലേഷൻ തന്നെ നമുക്ക് അവിടെ എഴുതാം. അവിടെ നിന്ന് നമുക്ക് സ്മോൾ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് then the ratio of small m by capital M we have to find it. So capital M plus small m by G, that is equal to 5/3 times of the capital T. What is capital T? You know, that is 2π into root of capital M by G. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് അവിടെ കളയാം. എന്നിട്ടൊന്ന് സ്ക്വയർ ചെയ്തേ. സോ ക്യാപിറ്റൽ M പ്ലസ് സ്മോൾ m is equal to, yes, 5 square as 25, that division by that 9 into capital M. So that is the aspect. സോ നമുക്ക് വേണ്ടത് യെസ് സ്മോൾ m ബൈ ക്യാപിറ്റൽ M ആണ് അല്ലെ. അപ്പൊ നമുക്ക് സ്മോൾ m എന്ന് പറയുന്നത് we can write to be 25/9 capital M minus m. അപ്പൊ m എന്ന് പറയുന്നത് ഒന്ന് കോമൺ ആയിട്ട് എടുത്തു നോക്കി. സോ we get the value 25 minus 9, that 16, that division by 9. So we get the answer for the fourth question as is equal to, yes, small m by capital M is equal to 16/9.
So we can take that third choice as the answer. Very good, very good, very good, very good. Good, good, good. You are on the way. Good. So we can move to the next one. Our fifth question. കുഞ്ഞുങ്ങളെ ഓസിലേഷൻസ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക്. അപ്പൊ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ എയറിൽ ബിഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ റെസിസ്റ്റൻസ് കാരണം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗോസ് ഓൺ ഡിക്രീസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ ആംപ്ലിറ്റ്യൂഡിന് ഉണ്ടാകുന്ന വ്യത്യാസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ വേരിയേഷൻ മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ടൈം we can write it to be that at is equal to as a0 into e raised to minus b by 2m into t. ഇത് ആംപ്ലിറ്റ്യൂഡിനുണ്ടാകുന്ന വ്യത്യാസമാണ്. at is equal to a0 into e raised to minus b by 2m into t. എക്സ്പോണൻഷ്യൽ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് കുറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മുന്നോട്ടുള്ള പോക്കിന് ഒരു ഈസിനെസ്സിന് വേണ്ടി e raised to minus kt എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം നമ്മുടെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ ആ തരത്തിൽ കൊണ്ടുപോയാൽ മതി. പക്ഷെ അപ്പോഴും ഓർക്കണം, ബി എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്നതിൽ ഏറ്റവും നല്ല ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 5 ഓസിലേഷൻസ് പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 5 ഓസിലേഷൻസിന് എടുക്കുന്നത് സമയമാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെക്കൻഡിൽ നടക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പം നമുക്ക് ടൈം പീരീഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം എന്നുള്ള തരത്തില് 1 ഓസിലേഷൻ എടുക്കുന്ന സമയം എത്രയായിട്ട് നമുക്ക് എടുക്കാം? 1/5 സെക്കൻഡ് അല്ലെ? സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ടൈം പീരീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കി, ദി ആംപ്ലിറ്റ്യൂഡ് ഡ്രോപ്സ് ടു ഹാഫ് ഇറ്റ്സ് വാല്യൂ ഫോർ 10 ഓസിലേഷൻ. അപ്പൊ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 1/5 ആയിട്ട് മാറിയെങ്കിൽ 10 ഓസിലേഷൻസിന് എടുക്കുന്ന സമയം എത്രയായിട്ട് നമുക്ക് എടുക്കാം? 10 into ഒരു ടൈം പീരീഡ് അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 seconds. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 സെക്കൻഡ് കൊണ്ട് അവന്റെ ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ആയിട്ട് മാറി എങ്കിൽ the time it will take to drop to 1/1000 of the original amplitude is. അപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് ഫസ്റ്റ് കേസിന്റെ ഒരു ഇക്വേഷൻ എഴുതാം. നോക്കി, ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്? അപ്പൊ AT എന്ന് പറയുന്നത് എത്രയായിട്ട് പറയുന്നു? അവന്റെ ആംപ്ലിറ്റ്യൂഡ് പകുതിയായെന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ AT A0/2 into A0 into e raised to minus k into അത് എത്ര സമയത്താണ്? 2 സെക്കൻഡ്. അപ്പൊ നമുക്ക് A0 ക്യാൻസൽ ആക്കാം. സോ 1/2 എന്ന് പറയുന്നത് e raised to minus 2k. അത് നമുക്ക് 1 ആയിട്ട് ഇടുമ്പോൾ e raised to 2k ആയിട്ട് എടുത്തൂടെ? സോ 2 എന്ന് പറയുന്നത് e raised to 2k ആയിട്ട് നമുക്ക് കിട്ടി. അത് അങ്ങനെ ഇരിക്കട്ടെ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് വരാം. എന്താ രണ്ടാമത്തെ കേസിൽ പറയുന്നത്? What is the time it will take to drop to 1/1000? അപ്പൊ നമുക്ക് AT എന്ന് പറയുന്നത് എത്രയായിട്ട് മാറണം? 1/1000 ആയിട്ട് മാറണം. എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? A0 into e raised to minus k t1. T1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A0 ക്യാൻസൽ ആക്കി. അപ്പൊ 1/10 ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/e raised to k t1. അപ്പോ 10 ക്യൂബ് എന്ന് പറയുന്നത് e raised to k t1 ആയിട്ട് എടുക്കാം. ഇങ്ങനെ വരുമ്പോൾ സമയത്തെ നമുക്ക് എങ്ങനെ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും? അതിനു വേണ്ടിയാണ് നമ്മുടെ അടുത്ത വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടത്. Have to take the logarithm on both the sides. So a base the 10 അതല്ലെങ്കിൽ exponential or whatever may be the case, you can take it as log
10 cube, take the value of log e raised to kt1, and it will take the value as 3 log 10. That should be equal to log of exponential, it becomes k times t1. അപ്പോൾ നമുക്ക് അത് ബേസ് ചെയ്ത് t1ന്റെ വാല്യൂ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. That is log 10 division by k. അപ്പൊ kക്ക് എങ്ങനെ വാല്യൂ കൊണ്ടുവരും? ഈ റിലേഷനിൽ നിന്ന് എടുക്കാം. നമുക്ക് log 2 എടുക്കാം. സോ log 2 എന്ന് പറയുന്നത് 2k ആയിട്ട് മാറിയില്ലേ? അപ്പൊ നമുക്ക് kയുടെ ഇക്വേഷൻ ഇവിടെ നിന്ന് കിട്ടിയില്ലേ? So that is log 2 by 2. So we can put the value here. So 3 log 10 division by, what is the value for k? Log 2 division by 2. So 2 into 2, 6 log 10. Log 10 become 1. Log 2 become 0.3010. And you get the value as 19 point exactly 93. So roughly we can say as 20 seconds. മക്കളെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏത് എൻട്രൻസ് എക്സാമിനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ദിസ് വൺ. അത് NCERT-യിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഡാംപ്ഡ് ഓസിലേഷൻസ് വരുമ്പോൾ അതിലൊന്ന് റെസൊണൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തൊട്ടപ്പുറത്തെ ഫോഴ്സ്ഡ് ഓസിലേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റവും നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷന്റെ ഫ്രീക്വൻസിയും ഒരുമിച്ച് ചേരുന്ന സമയത്ത് ആ റെസൊണൻസ് ഒരുമിച്ച് ഈക്വൽ ആകുന്ന സമയത്ത് മാക്സിമം എനർജി ട്രാൻസ്ഫേർഡ് ആകുന്ന കേസ്, വെലോസിറ്റി ബിക്കം മാക്സിമം, എനർജി ബിക്കം മാക്സിമം, ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് മാക്സിമം. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ലോഗ് എടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. സോ ഈ റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഒമേഗയ്ക്ക് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ള റിലേഷൻസ് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണേ. The sixth one, a good question. It's only for you. പെട്ടെന്ന് ആൻസറിലേക്ക് വരട്ടെ. In forced oscillation of a particle, the amplitude is maximum for a frequency omega 1 of the force, while the energy is maximum for a frequency omega 2 of the force. Then what we can say? പെട്ടെന്നാവട്ടെ. Come on. Which is the correct answer? Come on. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴാണ് the energy is maximum? That will happen. Come on, everybody. Come on, come on. Very good, very good. Yes. What we can say? എനർജി മാക്സിമം ആകുന്ന കേസിനെയാണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത് പറയാൻ പറ്റുന്നത്? That is said to be resonance. That is very important. So അങ്ങനെ വരുമ്പോഴ് രണ്ടിന്റെ ഫ്രീക്വൻസി നമുക്ക് എന്തായിട്ട് പറയണം? ഈക്വൽ ആയിട്ട് പറയണം. That is the very important one. And hence we can take the answer as that third choice. വളരെ പ്രധാനം. ഓർക്കണേ, റെസൊണൻസ് സംഭവിക്കുമ്പോഴ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റവും അതോടൊപ്പം ഫോഴ്സ്ഡ് ഓസിലേഷന്റെ ഫ്രീക്വൻസിയും രണ്ടും സെയിം ആകും. ആ സമയമാകുമ്പോഴ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, എനർജി ട്രാൻസ്ഫേർഡ് ആകുന്നത് മാക്സിമം ആയിരിക്കും എന്നുള്ള കാര്യം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഡിയർ വൺ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ഓർക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ഷെയർ ചെയ്യാൻ. അതോടൊപ്പം ഈ ചാനലിന്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞു, in order to help those who are not attending coaching with respect to the pandemic, അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഉദ്ദേശം. സോ അതിനുവേണ്ടി എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ, കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പീരിയൻസ്, അത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അത് ഞാൻ ചെയ്യുന്നു. അത്യാവശ്യം പെയിൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. ഒരു ദിവസം മാക്സിമം അവേഴ്സ് ഇതിന്റെ പവർ പോയിന്റ് പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. സോ ഡിയർ വൺ, പ്ലീസ് ഷെയർ ദിസ് വൺ ടു യുവർ ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഓൺലി അവർക്കും അതിന്റെ ഒരു പ്രയോജനം കിട്ടും. സോ വി കൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. വേവ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ആദ്യം അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്.
2018 അല്ലോ 6 ക്വസ്റ്റ്യൻസ് വരെ. പക്ഷെ നോർമലി നമ്മുടെ മനസ്സിലേക്ക് വരാൻ നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് വേവ്സിൽ നിന്ന് നമുക്ക് ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സി ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് ആണ്. Then that സ്റ്റാൻഡിങ് വേവ്സ്. അപ്പൊ റാങ്ക് നമ്പർ 1 ഡോപ്ലറിന് നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പണോ അതോ അല്ലെങ്കിൽ ക്ലോസ്ഡോ പൈപ്പ് ആയിട്ട് സ്റ്റാൻഡിങ് വേവ്സ്. ദെൻ വേവ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. സോ പക്ഷെ ഈ 5 പോയിന്റുകളും മസ്റ്റ് ആയി. ഏതൊക്കെ തരത്തിലാണ് വേവ് അതിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടത്, വാട്ട് ഈസ് ജനറൽ റിലേഷൻ ഫോർ എ വേവ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ദ റാങ്ക് നമ്പർ 1 ഗോസ് ടു ദ ഡോപ്ലർ എഫക്റ്റ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ 4 ക്വസ്റ്റ്യനിൽ എപ്പോഴും ഒരെണ്ണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി അത് കൃത്യതയോടെ അതിന്റെ ഇക്വേഷൻസ് വരുന്ന രീതിയൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമുക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സൗണ്ട് വേവിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ആ ലാപ്ലേസ് കറക്ഷനെ കുറിച്ച് ഓർക്കണേ. സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എയറിലൂടെ അത് ഏത് പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? Can you suggest the process? Is it isothermal or adiabatic? Sound propagation through air, is it isothermal process or adiabatic process? What is your answer? Come on. Keep in mind, there is a very important aspect there. It is adiabatic process. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് എയറിലൂടെ പോകുമ്പോൾ ഗാമ പി ഡിവിഷൻ ബൈ റോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയ അവിടുത്തെ റിലേഷൻ പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. നമുക്കൊരു സ്റ്റാർ ഒക്കെ ഇട്ട് വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, a transverse wave is propagating on a stretched string whose mass per unit length is given as 32 gram per meter. 32 gram per meter. അപ്പൊ നമുക്ക് അതിനെ ഒരു SI സിസ്റ്റം ആക്കി മാറ്റിയേക്കാം, മറന്നു പോകരുത്. സോ ദാറ്റ് ഈസ് 10 to the power of -3 kilogram by meter. The tension on the string is given as is equal to 80 Newton. The speed of the wave in the string is, ആ സ്ട്രിങ്ങിലെ വെലോസിറ്റി എന്ന് പറയുന്നത് for the transverse waves in a stretched string with a tension T with the mass per unit length say mu, this is the very important relation as V is equal to root T by mu. ചില ടെക്സ്റ്റ് ബുക്കുകളിലെ അതിന്റെ നൊട്ടേഷൻ മ്യൂവിന് പകരം M ആയിട്ട് വരുമ്പോൾ മറന്നു പോകരുത്, അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാകരുതേ. സോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിവിഷൻ ബൈ ദാറ്റ് മ്യൂ, ദാറ്റ് ഈസ് 32 gram, that is 10 to the power of -3. So we can say that is equal to as 8 by 32 into 10 to the power of 4. 8, it becomes 4. So root 10 raised to 4, that division by 2. So we get the answer as is equal to the 7th one. We get the answer as nothing but equal to E twice as 50 meter per second. Yes, very good, very good, very good. You are on the way. നിങ്ങളെ വളരെ കൃത്യതയോടെ ഓർക്കുക. ഏറ്റവും ബ്രെയിൻഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇനിയുള്ള ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് മറന്നു പോകരുത്. എസ്പെഷ്യലി ദ കമ്മിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ആദ്യ വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ള ഏരിയയിലേക്കാണ് നാളെ മുതൽ നമ്മൾ കിടക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സും കപ്പാസിറ്റൻസും പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ എങ്കിലും തരുന്ന ചാപ്റ്ററുകളാണ്. പക്ഷെ ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ആ ചാപ്റ്ററിന് വേണ്ടി പെയിൻ എടുത്തിട്ട് ക്ലാസ്സിൽ ഇരിക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നാളത്തെ ചാപ്റ്റേഴ്സ് അതാണ്, ഇലക്ട്രിക് ഫീൽഡ് ചാർജസ് ആൻഡ്
പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ്. ഇതേ സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ മറക്കരുതേ. സോ ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഹിയർ get the answer as the E choice. A very good question is there. ഇത് ബേസ് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. നോക്കൂ, a wave along a string has the following equation. That equation is given as is equal to y is equal to a sin omega t minus kx. ഇതൊരു ജനറൽ റിലേഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് y is equal to 0.05 sin 28t minus 2x. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അതിൽ ഒന്ന് രണ്ട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ ഇവനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കൺസെപ്റ്റ് നമുക്ക് ആയി കഴിഞ്ഞു. 0.05 മീറ്റർ എന്നുള്ളത് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി അടുത്ത് വേണ്ടത് ഈ ഒമേഗയെ കുറിച്ചാണ്. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നുകിൽ അതിനെ 2πf ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈം പീരീഡിന്റെ കൺസെപ്റ്റിൽ 2π/t ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. അപ്പൊ അത് ബേസ് ചെയ്ത് നമുക്ക് എഫ് നമ്മൾ കണ്ടുപിടിച്ചാല്, അപ്പൊ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് 28 ആണെന്ന് തന്നിരിക്കുന്നത്, അല്ലെ? സോ ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്? 2πf is equal to 28 ആയിട്ട് നമുക്ക് എടുക്കുമ്പോൾ that f is equal to 28 division by 2 into 3.14. So that is equal to 28 division by 6.28, and we get the value as 4.456. ആൻസറിലേക്ക് നമ്മൾ അടുത്തു, അല്ലെ? യെസ്. ഇനി നമുക്ക് ചോയ്സ് തന്നെ പറയാൻ പറ്റും, അല്ലെ? വാട്ട് ഈസ് ആൻസർ? യെസ്, യെസ്, യു ആർ റൈറ്റ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഓൺ ദ വേ. ലുക്ക്, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? വേവിൽ എന്തെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അവിടെയാണ് കെ എന്താന്നാ നമ്മൾ വിളിക്കേണ്ടേ? അതിന്റെ പേര് മറക്കരുതേ. വേവ് വെക്ടർ എന്നാണ് നമ്മൾ വിളിക്കുക. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, പ്രൊപ്പഗേഷൻ വെക്ടർ എന്നൊക്കെ വിളിക്കാം. മറന്നു പോകരുത്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π/λ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേവിലെന്ന് കണ്ടുപിടിക്കാം, അല്ലെ? ഇവിടെ 2π/λയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 എന്നാണ് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 5, അപ്രോക്സിമേറ്റ്ലി നമുക്ക് 3.14 എന്ന് നമുക്ക് പറയാം. സോ വി ക്യാൻ എക്സാക്ട്ലി ടേക്ക് ദ വാല്യൂ ആസ് എ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പൊ നമുക്കൊരു വേവ് തന്നിരിക്കുകയാണ്. ആ വേവ് ഇവിടെ പറയുന്നത് y is equal to a sin omega t minus kx എന്നാണെങ്കിൽ, can you predict the direction of motion? ഈ വേവ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്? Come on, say. It is a very important concept there. In which direction that wave is propagating? Come on. In which direction that wave is propagating? വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ്. സോ കീപ് ഇൻ മൈൻഡ്, അത് ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ സൈൻ. -x എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് മസ്റ്റ് മൂവ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. അതിന് പകരമായിട്ട് ഈ -xന് പകരം നമ്മൾ എടുക്കുന്നത് പ്ലസ് ആണെങ്കിൽ, അപ്പോ ഒമേഗ ടി പ്ലസ് എക്സ് എന്നാണ്, പ്ലസ് കെ എക്സ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ മറന്നു പോകരുത്, ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഒരു അഡീഷണൽ പോയിന്റ് കൂടെ, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദാറ്റ് മെക്കാനിക്കൽ വേവ്. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ്. ഇഫ് യു ജസ്റ്റ് ടേക്ക് ദ വാല്യൂ omega/k in this relation, you know the value omega is 2π/λ, sorry, 2πf, and k is 2π/λ. The 2π cancel.
and we get the value as is equal to f lambda. The f lambda is what? That is the speed of the mechanical or non-mechanical wave, whatever may be. So we can say that v is equal to omega by k. It is a very important shortcut. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ വന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ കോൺസെപ്റ്റ്സും അവിടെ ക്ലിയർ ആയി കഴിയും. So we can move with the number standing waves. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം നോക്കിയേ. A standing wave propagating with velocity 300 meter per second in an open pipe of length. ഒരു ഓപ്പൺ പൈപ്പ് ആണ്, അതിന് ലെങ്ത് 4 മീറ്റർ എന്ന് പറയുന്നു. has 4 node ആണെങ്കിൽ സ്റ്റാൻഡിങ് വേവിന്റെ പാറ്റേൺ നിങ്ങൾ അത് കൃത്യമായിട്ട്, അതൊരു പ്രത്യേകിച്ച് ഒരു ഓപ്പൺ പൈപ്പ് വരുന്നു. അപ്പൊ ആദ്യത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, അപ്പൊ ഇത് നമുക്കൊരു 1-2 കേസസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. നമുക്ക് സാമ്പിൾ ആയിട്ട് ഒരു 2 കേസ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണേ, ഇത് ഒരു വേവ് എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ എടുത്താല് ഇതാണ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും വരുമ്പോഴാണ് നമുക്ക് ഒരു ലാംഡ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതിന്റെ പകുതി വരുമ്പോൾ ഇറ്റ് ബിക്കംസ് ലാംഡ ബൈ 2 ആണ്. അപ്പോൾ ഇതിന്റെ വീണ്ടും പകുതി വരുമ്പോൾ അത് ലാംഡ ബൈ 4 ആയിട്ട് മാറും. മറന്നു പോകരുത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു എക്സാക്ട്ലി ഒരു ലാംഡ ബൈ 2 ആയിരിക്കും ലെങ്ത്തിന് നമുക്ക് ഇവിടെ വരുന്നത്, അല്ലെ? കാരണം ഇതെന്ന് പറയുന്നത് ഒരു 1/4 ഓഫ് എ ലാംഡയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. സി, ദിസ് ഈസ് ദ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ 2 ലാംഡ ബൈ 2കൾ ഒരുമിച്ച് ചേർന്നതാണ് ആ സംഗതി എന്ന് പറയുന്നത്. ഇതേ പാറ്റേണിൽ ഇവിടെ ഒരു നോഡ് ഉള്ളപ്പോൾ, ഇവിടെ 2 നോഡ് ഉള്ളപ്പോൾ, നോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വേവുകളുടെ പ്രഷർ മാക്സിമം വരുന്ന റീജിയൻ ആണ്, മാക്സിമം പ്രഷർ വരുന്ന റീജിയൻ ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് വി ക്യാൻ സേ, ദാറ്റ് ഈസ് സെഡ് ടു ബി ആന്റി നോഡ്. അപ്പൊ അതിന്റെ തിയറി നന്നായിട്ട് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ പ്രഷർ മാക്സിമം ആയിട്ടുള്ള റീജിയൻ ആണ് നോഡ്, അതല്ലാത്തതിന് നമുക്ക് ആന്റി നോഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത് 4 മീറ്റർ ലെങ്ത് ആണ്. ഓക്കെ, ഫൈൻ. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 4 മീറ്റർ. പക്ഷെ അവിടെ വി ഹാവ് ടു റെസ്ട്രിക്റ്റ് ടു ബി എത്ര നോഡ് അവിടെ സംഭവിക്കണമെന്നാണ് പറയുന്നത്. 4 നോഡ്സ് മസ്റ്റ് ആയിട്ട് വരണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ നമുക്ക് അതിനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ എടുക്കാം. So 1, 2, 3, 4. Good. Open, eh? See the structure, it is like this one. Yes. So 1, 2, 3, 4. 4 nodes അവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്ര വേവ് ലെങ്ത് ആണ് അവിടെ ഇൻവോൾവ് ചെയ്തെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? This is 1, 2, 3. And ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര വരും? 4. അപ്പൊ 4 വേവ് ലെങ്തുകൾ ഒരുമിച്ച് ചേർന്ന സംഗതിയാണ് അവിടെ 4 ലാംഡ ബൈ 2കൾ, അല്ലെ? 4 ലാംഡ ബൈ 2 ആണ് എവിടെയുള്ളത്? എൽ എന്ന് പറയും. നമുക്ക് വേവ് ലെങ്ത് അവിടെ തന്നിട്ടില്ല, പകരം എല്ല് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിനെ നമുക്കൊന്ന് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ലാംഡ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എൽ ബൈ ദാറ്റ് ഈസ് ഈക്വൽ ബൈ 2. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ വേണ്ടത് ഫ്രീക്വൻസിയാണ്. അവിടുത്തെ സ്പീഡ് ഓഫ് ദ വേവ് ഡിവിഷൻ ബൈ വേവ് ലെങ്ത് ആണ്. അവിടുത്തെ വേവ് ലെങ്ത് എത്രയായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു? എൽ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 2 ബൈ എൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് ഈസ് ദ സ്പീഡ് ഹിയർ? 300 ഇൻറ്റു 2 ഡിവിഷൻ ബൈ ദാറ്റ് ലെങ്ത്. ലെങ്ത് ഈസ് ഗിവൻ ആസ് 4. സോ 300 by 2, we get the answer as is equal to 150 hertz. So we get the third choice as the answer. അപ്പൊ കുഞ്ഞുങ്ങളെ, ഈ പൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോ ഓപ്പൺ പൈപ്പാണ് വന്നത്. അപ്പൊ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് അങ്ങനെയല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അപ്പൊ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസും ഈ ഓപ്പൺ പൈപ്പിന്റെ കേസും സിമിലർ ആണ്. അപ്പൊ അതിനെപ്പറ്റി വളരെ കൃത്യതയോടെ തിയറി പഠിക്കുവാൻ വേണ്ടി ദയവ് ഇത് ശ്രദ്ധിക്കുക. യെസ്, വെരി ഗുഡ്. സോ യു ആർ
got the answer as the third choice. So we can move with the question number 10. Again, for the standing waves, very good ആയിട്ടുള്ള ഒരു question ആണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. A pipe of 1 meter length is closed at one end. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 1 meter. Taking the speed of sound as a 320 meter per second, the air column in the pipe cannot resonate. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലോസ്ഡ് പൈപ്പ് വരുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ ഓപ്പൺ പൈപ്പ് വരുമ്പോൾ അവിടുത്തെ പ്രത്യേകത എല്ലാ ഹാർമോണിക്സും അവിടെ പ്രസന്റ് ആണ് അല്ലെ. എല്ലാ ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി യെസ് F1, F2, F3, F4, F5 എല്ലാം ഉണ്ട്. പക്ഷെ ക്ലോസ്ഡ് വരുമ്പോൾ F1, F3, F5, F7, F9 എന്ന് പറഞ്ഞാൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ അവിടെ പ്രസന്റ് ഉള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏത് കേസിലെ നമ്മുടെ ക്ലോസ്ഡ് പൈപ്പ് വരുമ്പോൾ, ഓപ്പൺ പൈപ്പ് വരുമ്പോൾ നമ്മുടെ ഓർമ്മയിരിക്കട്ടെ അതിനുള്ളിലെ എല്ലാ ഹാർമോണിക്സും അവിടെ പ്രസന്റ് ആണ്. അപ്പൊ ക്ലോസ്ഡ് ഹാർമോണിക്സ് ആണ് കേസ് എങ്കിൽ നമുക്ക് ആദ്യം ഫണ്ടമെന്റൽ കണ്ടുപിടിക്കാം. അപ്പൊ ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് എടുക്കുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് that is V division by, so that is equal to 4L. ഓപ്പൺ പൈപ്പ് ആയിരുന്നെങ്കിൽ ഇത് 2L ആയിരിക്കും എന്നുള്ള കാര്യം തിയറി ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാല് F1 എന്ന് പറയുന്നത് 320 division by 4 into 1 ആണ്. So that is equal to 80 Hz ആണ് വരുന്നത്. അപ്പോ ഇനി അടുത്ത് ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലെ. അപ്പൊ അടുത്ത കേസ് ഏതാ വരുന്നത്? നമുക്ക് പോസിബിൾ ആകുന്നത് F3 ആണ് അല്ലെ. ആ F3യുടെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? യെസ്, 3 times of F1. അപ്പോ 3 into 80. So that is equal to simply 240 നമുക്ക് പറയാൻ പറ്റും. യെസ്. അപ്പൊ F4 എങ്ങനെ വരുന്നേ? യെസ്, 5 into 80. Good. So what is the value there? That is equal to 400 Hz. Then what about F5? യെസ്, നമുക്ക് തേർഡ് കഴിഞ്ഞാൽ ഫിഫ്ത് ഹാർമോണിക് ആണ്. ഫിഫ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെവൻത് ഹാർമോണിക് ആണ്. സോ 7 into 80. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 560. അതേപോലെ അടുത്ത് വരുന്നത് 9th ഹാർമോണിക് ആണ്. 560 കഴിഞ്ഞാൽ യെസ് 9 into 80. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 720. അപ്പൊ ഈ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോ നമ്മുടെ ചോയ്സസ് നോക്കി, 80 ഉണ്ട്, 160 ഉണ്ട്, 240 ഉണ്ട്, 560, 720. അപ്പൊ ഇതിൽ പെടാത്തത് ഏത് കേസാണ്? യെസ്, cannot resonate. അപ്പൊ നമുക്ക് 720 9th ഹാർമോണിക് ആണ്, 560 വരുമ്പോൾ നമ്മുടെ 7th ഹാർമോണിക് ആണ്, 240 എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക് ആണ്, 160 അവിടെ ഇല്ല, 80 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ആണ്. സോ വി ക്യാൻ ടേക്ക് ദ ആൻസർ as B. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് there. അപ്പൊ ഈ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ തിയറി പിന്നെ പ്രോബബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് പറയാം, റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ്. റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് നിങ്ങളുടെ ലാബിലെല്ലാം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ ലാബ് മാനുവൽ നോക്കി ആ ഒരു ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. We can wait with a very good question. A tuning fork arrangement produces 4 beats per second with 1 fork of frequency 288 cycle per second. A little watch is placed on the unknown fork and it then produces 2 beats per second. The frequency of the unknown fork is. വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് എന്നാണ് മീനിങ്. അപ്പൊ ഇവിടത്തെ ഫ്രീക്വൻസീസ് ഞാൻ എയും ബിയും എന്നുള്ള 2 ഫോർക്ക് ബേസ് ചെയ്ത് പറയുകയാണെന്നിരിക്കട്ടെ. അപ്പൊ NA മൈനസ് NB അല്ലെങ്കിൽ NA ഡിഫറൻസ് NB അതാണ് ബീറ്റ്സ്. അപ്പൊ ഫസ്റ്റ് കേസ് അനലൈസ് ചെയ്തേ. അപ്പൊ നമ്മുടെ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് എത്രയായിട്ടാണ് തന്നിരിക്കുക? ഇറ്റ് ഈസ് ഗിവൻ ആസ് 4. It is given as 4. But there is a little bit confusion. Which one is higher? Is it NA or NP? There is no information in the first sentence. So we have to write 2 situations here. The first one is what? NA difference NB, that is equal to 4. In the sense NA is greater than NB.
In the second case is that we have to assume NP is greater than NA. So we write both the relation. Then we have to find out what is the actual concept there. And there is a clue here. A little wax is placed on the unknown form. അപ്പോൾ അൺനോൺ ആയിട്ട് നമുക്ക് ഇവിടെ എ ആ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ടാമത്തത് 2B എന്ന് പറയുന്നത് നമുക്ക് 288 എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ NA മൈനസ് 288 എന്ന് പറയുന്നത് 4 ആകാം, അല്ലെങ്കിൽ 288 മൈനസ് NA എന്ന് പറയുന്നത് 4 ആകാം. എന്നിട്ട് പറയാണ് ഈ അൺനോൺ NAയില് ലിറ്റിൽ വാക്സ് ഈസ് പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ ഓർക്കണേ, മാസ് ആഡഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മാസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും എന്ന് പറഞ്ഞാൽ NAയുടെ ഫ്രീക്വൻസി ഡിക്രീസസ് ആണ്. മാസ് ആഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും, മാസ് ആഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസസ്. അങ്ങനെ വരുമ്പോൾ മാസ് കുറയുകയാണെങ്കിൽ ഫ്രീക്വൻസി, മാസ് ആഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ പറയണു that beat frequency become 2 decreases എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് തന്നിരിക്കുന്നത് കുറയണം. NA കുറയുമ്പോൾ 4 decreases to 2 ആകണമെങ്കിൽ ഏത് റിലേഷൻ ആണ് വാലിഡ്? Is it 1 or 2? Come on, say, come on, quick. Which one is the right one? The first relation or the second one? Come on, your choice. Come on. That is your choice. Which one is the correct one? The first relation or the second relation? Come on, say. Come on. Yes, very good. The first one. കാരണം ഇപ്പൊ സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കട്ടെ. അപ്പൊ എന്നെ കുറയുന്നത് കൊണ്ട് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് കൂടും. അപ്പൊ 4 വരെ അത് 6 or 8 ഒക്കെ ആകേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് റിലേഷൻ എടുക്കാം. സോ NA മൈനസ് 288 becomes 4. That means NA take the value as 288 plus 4 is equal to 298, and hence we can take the B as the concept. ഇതേപോലെ മറ്റൊരു ആസ്പെക്ട് വരാറുണ്ട്. ചിലപ്പോൾ ക്ലൂ ആയിട്ട് തന്നിരിക്കുന്നത് ആ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് ഫൈലിംഗ് നടത്തുകയാണെങ്കിൽ, മാസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, മാസിനെ ഉരസി മാറ്റുകയാണെങ്കിൽ അവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ആസ്പെക്ട് ആണ്, മറന്നുപോകരുതേ. Now comes the very important aspect, the Doppler effect. അതിന്റെ റിലേഷൻസ് വളരെ മനോഹരമായിട്ട് ഓർത്തിരിക്കുക. That apparent frequency എന്ന് പറയുന്നത് V plus or minus that division by V plus or minus that source. That is the very important one. Apparent change in frequency due to the relative motion between the detector and the source. അവിടെ ഓർക്കണേ, എപ്പോഴും ഈ പ്ലസ് ഓർ മൈനസ് സെലക്ട് ചെയ്യുന്നത് ആ ഡിറ്റക്ടറുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ മൂവ്മെന്റിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ വി ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. അത് സിമ്പിൾ ആയിട്ടുള്ള ആസ്പെക്ട്, മറന്നുപോകരുത്. ഡിറ്റക്ടറും സോഴ്സും എന്ന് പറയുന്നത് റെസ്റ്റിലാണെങ്കിലോ ഇത് രണ്ടുപേരും ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡോപ്ലർ എഫക്റ്റ് വാലിഡ് അല്ല, നടക്കില്ല എന്നുള്ള കാര്യം മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ആണെങ്കിൽ പോലും നെവർ ഹാപ്പൻ ഡോപ്ലർ എഫക്റ്റ്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 12. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഡോപ്ലർ എഫക്റ്റ്. യു ക്യാൻ വെയിറ്റ് ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർ ദ കീം എൻട്രൻസ് എക്സാമിനേഷൻ. സോ ഡിയർ സ്റ്റുഡൻസ്, മറന്നു പോകരുത്, നിങ്ങളുടെ അവസാനവട്ട പ്രിപ്പറേഷന് വേണ്ടി 100 important points for Keam, NEET and CUSAT entrance examination ഈ ചാനലിൽ ലഭ്യമാണ്. അത് കാണാൻ മറക്കരുത്. അതിൽ 72 ക്വസ്റ്റ്യനുകളിൽ ഐ ആം ഡാം ഷുവർ അബൌട്ട് വൺ തിങ്, യു ക്യാൻ വെയിറ്റ് മിനിമം 50+ കോൺസെപ്റ്റ് ഫ്രം ദാറ്റ് വൺ. 50-ലധികം കോൺസെപ്റ്റ്സും എക്സാക്ട്ലി അത് ബേസ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത തരത്തിലുള്ള ചാപ്റ്റർ വൈസ് കീം ഫിസിക്സ് ക്വസ്റ്റ്യൻസ്
കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഷെയർ. അതോടൊപ്പം വൺസ് അഗെയിൻ ദിസ് ചാനൽ ഇൻ ദിസ് സിറ്റുവേഷൻ ഫോർ ആ പാൻഡമിക്കിൽ നമ്മുടെ കോച്ചിങ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് SS ഫിസിക്സ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇത് മാക്സിമം കുട്ടികൾക്ക് അത് ആ സാഹചര്യത്തിലൂടെ പോകുന്നവരിലേക്ക് എത്താൻ വേണ്ടി പ്ലീസ് ഷെയർ ഇറ്റ്. റിയലി ഹെൽപ്ഫുൾ ഫോർ ദ കമ്മിങ് Keam entrance examination. നിങ്ങളെ question number 12, a stationary source emits a sound waves of frequency 500. Good. Two observers are moving along a line passing through the source detect a sound to be of frequencies of 480 Hz and 530 Hz. So, ആദ്യത്തെ situation പറയുന്നത് first case as a 480 Hz and the second one എന്ന് പറയുന്നത് 530 Hz ആണ്. അപ്പോൾ നമ്മുടെ 500-നെക്കാളും A എന്ന് പറയുന്നത് ഫ്രീക്വൻസി കുറവാണ്. അപ്പൊ ഫ്രീക്വൻസി കുറവെന്ന് പറയുമ്പോൾ റിസീവ്സ് അവേ എന്നുള്ള ആസ്പെക്ട് മറന്നു പോകരുത്. അപ്രോച്ച് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടുതലാകുമെന്നുള്ള ഒരു ആസ്പെക്ട് മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റേഷനറി സോഴ്സ് എന്നാണ്. അപ്പൊ ഡിറ്റക്ടർ ആണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് കേസില് കുറഞ്ഞ ഫ്രീക്വൻസി കിട്ടുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ എഴുതാം? F0 into that V minus that VD division by that V. The source velocity becomes 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? F dash by F0 എന്ന് പറയുന്നത് 1 minus VD by V ആയിട്ട് നമുക്ക് എടുത്തൂടെ? സോ അവിടെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സംഭവിക്കാം? VD by that V is equal to 1 minus that we can say that is equal to F dash division by F. So that is equal to 1 minus what is F dash? It is nothing but equal to 480 division by that 500. So that is equal to 1 minus 48 by 50 as a 24 by 25. So that is equal to 1 by 25. So from that we can find the detector velocity there. So VD is equal to V by 25. So V as the speed of sound, that is equal to 300 division by as a 25, and we get the answer as a 12. So that is the first case. അപ്പോൾ 480 ഹെർട്സ് പുറപ്പെടുവിക്കുമ്പോൾ ആ ഡിറ്റക്ടറുടെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു 12. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് എന്താണ്? അവിടെ 500 എന്ന് പറയുന്ന ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അപ്രോച്ചസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? That is equal to F0 into, and we can say that is equal to SV plus VD, that division by V. So we can say that F double dash by F0, take the value as 1 plus that VD by V. So നമുക്ക് വേണ്ടത് VD യുടെ ഇക്വേഷൻ ആണ്. So VD by V എന്ന് പറയുന്നത് yes, we can say that is equal to F double dash by F0 minus 1. So that is equal to what is F double dash here? It is a 530 by that is a 500 minus 1. So 53 by 50 minus 1. So on solving, you get that the right hand side to be 0.06. So VD that is equal to 300 into 0.06. You get the value as is equal to 18 meter per second. So we get the aspect as is equal to that. We get as a 12 and 18. We get the second choice as the answer. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. So dear one, tomorrow at 6:30 നമ്മൾ സെക്കൻഡ് ഇയർ പോർഷനിലേക്ക് മൂവ് ചെയ്യാണ്. കഴിവതും ഇതുവരെയുള്ള ചാപ്റ്റർ എസ്പെഷ്യലി സെക്കൻഡ് വോളിയം ഓഫ് +1 വളരെ പ്രധാനപ്പെട്ട 3 വീഡിയോയിലായിട്ട് അഡ്ജസന്റ് ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിലുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, heat and thermodynamics, and now the waves and oscillation. So അതിലെ ഓരോ കൺസെപ്റ്റ്സുകളും പഠിക്കുക. വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പറ്റബിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഈ പറയുന്ന കേസസ്. അതുകൊണ്ട് ഒരു അശ്രദ്ധയും കാണിക്കാതെ എല്ലാ പോയിന്റുകളിലേക്കും ഒരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളില് ഇക്വേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഒരു ചാർട്ടായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾ
എനിക്ക് 2 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനുള്ള അവസരം ദൈവം തന്നു. Derek, Matthew, Suresh and Sumit case. In their experience, they got the first rank because of this strategy. With the maximum mock test plus this mind map. The mind map in the sense you should prepare yes so and so important മറന്നു പോകാൻ സാധ്യതയുള്ള ഇക്വേഷൻസ്. അതല്ലാതെ എല്ലാ ഇക്വേഷൻസും നമ്മൾ പകർത്തി വെക്കേണ്ട കാര്യമില്ല. എഫിസിക്കളുടെ MA നമ്മുടെ കയ്യിൽ കംഫർട്ടാണ്. പക്ഷേ കണക്റ്റഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസ് നമുക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത്, അപ്പൊ ഒരു മിനിമം 40 പേജിനുള്ളിൽ നമ്മുടെ ഫിസിക്സിലെ എല്ലാ ഇക്വേഷൻസും ക്ലിയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ പരീക്ഷയുടെ തലേ ദിവസം പല പ്രാവശ്യം ആ ഇക്വേഷനുകളിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു, അവസാന സമയത്ത് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ, അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ യു ഷുഡ് അവെയർ അബൌട്ട് വൺ തിങ്, how you prepare that one. In the coming days, if you are preparing or preparing physics, chemistry or mathematics, maybe with the minimum 15 to 16 hours per day, then your mind map is perfect, your equations are perfect, and you can get maximum rank in the coming entrance, no doubt at all. So അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇനിയുള്ള സമയം വളരെ കൃത്യതയോടെ സമയം കൊല്ലുന്ന നടപടികളിലേക്ക് കഴിവതും പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ്. കേരള എൻട്രൻസിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ ഒരു ടോൺ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, more MCQs, more rank. That is the aspect. That is a very important concept. More MCQs, more rank. That is the aspect. In nowadays, some students are not giving enough importance to the chemistry subject. It may affect you. അവിടെ നമ്മൾ വിചാരിക്കുന്ന ഒരു concept is this one. Out of 120, that 72 questions are from physics. Then why we give more importance to chemistry? ആ തരത്തിൽ എടുക്കരുതേ. സ്കോറബിൾ ആണ് കെമിസ്ട്രി, നമുക്ക് നമ്പാൻ പറ്റുന്ന ഒരു വിഷയമാണ് കെമിസ്ട്രി. അതിനെ കൊടുക്കേണ്ട than mathematics, than physics, than you must give importance to chemistry also. പക്ഷേ ഫിസിക്സ് തീരുമാനിക്കും നിങ്ങളുടെ റാങ്ക്, പക്ഷേ സ്കോർ തീരുമാനിക്കും കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ സ്ട്രെങ്തൻ ആകുന്ന വിഷയങ്ങളെ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല. അതിനെ അതിൻ്റെതായ രൂപത്തിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിച്ചോളൂ. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ, ഇറ്റ്സ് ചാനൽ, ഇറ്റ് ഈസ് പാൻഡമിക്, ഇറ്റ്സ് ഫോർ ഡിസർവിംഗ് വൺ. സോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ് ഫോർ നീഡി വൺ, ആൻഡ് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് ഫോർ ദാം. 2, ഈ ചാനലിനുള്ളിലെ കീമിന്റെ 30 ചാപ്റ്ററിന്റെയും ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആർ ദെയർ. So please go through it. It will help you. And next one, out of 72 questions, 50-ലധികം ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെയും കോൺസെപ്റ്റ്സ് ഈ ചാനലിൽ 100 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ടുണ്ട്. കാണൂ, ഷെയർ ചെയ്യൂ, മാക്സിമം സ്കോർ നേടൂ, നന്നായിട്ട് പഠിക്കൂ. We can meet again tomorrow evening 6:30. Take care. God bless you. Thank you.